ശ്രീ ജോർജ് പൊടിപ്പാറ, ഇന്ന് വന്നിരിക്കുന്ന വാർത്ത എന്നുള്ളത് അജിത് കുമാറിനെതിരെ ഒരു റിപ്പോർട്ട് DGP നൽകിയിരിക്കുന്നു. കള്ളമൊഴി നൽകി എന്നതാണ് ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഒരു മാസം മുൻപേ DGP നൽകിയാണെന്നാണ് അറിയുന്നത്. ഇപ്പോഴാണത് പുറത്തു വരുന്നത്. അപ്പോൾ കേസെടുക്കാം, സിവിൽ കേസോ ക്രിമിനൽ കേസോ എടുക്കാം എന്നുള്ള ഒരു അഭിപ്രായമാണ് DGP മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതിൽ തീരുമാനമെടുക്കേണ്ടത് ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രിയാണ്. തീരുമാനം എടുക്കുമോ, കേസ് എടുക്കാമെന്നൊരു തീരുമാനം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സ്മൃതി, സ്വാഭാവികമായിട്ടും ഇതുവരെയുള്ള ഈ അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ കാര്യത്തിൽ ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പച്ചക്കൊടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് കരുതാൻ ന്യായമില്ല. അങ്ങനെ കരുതിയാൽ അത് ഒരു ഇത്തിരി അമിത പ്രതീക്ഷയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില നിയമവിദഗ്ധർ പറയുന്നത് അങ്ങനെ ഒരു കേസെടുക്കാൻ മുഖ്യമന്ത്രിയുടെ അനുവാദം വേണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ DGPക്ക് തന്നെ അതിൽ കേസെടുക്കാൻ ഉത്തരവിടാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും, ഞാനൊരു നിയമവിദഗ്ധനല്ലാത്തതുകൊണ്ട് അത് സാധ്യമാകുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു മാസം മുമ്പ് കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഇതുവരെയും ഒരു മാസത്തിന് ശേഷമാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതുവരെ എന്തെങ്കിലും നടപടിയുള്ളതായിട്ട് അറിയില്ല. ഏതായാലും MK അജിത് കുമാർ എന്ന് പറയുന്ന ADGPയുടെ പേരിൽ ഉടനടി ഒരു അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒരു ഉത്തരവ് അല്ലെങ്കിൽ അനുമതി നൽകും എന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തിരി അമിത പ്രതീക്ഷയായി തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമ്മളെ അലട്ടുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട്, ആദ്യം സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കരൻ, ഇപ്പോൾ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വൈസറായിട്ടുള്ള KM എബ്രഹാം, കിഫ്ബിയുടെ ചുമതലയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, പ്രതിമാസം സർക്കാർ ഖജനാവിൽ നിന്ന് ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപ ശമ്പള ഇനത്തിലും പെൻഷൻ ഇനത്തിലും ഒക്കെ കൈപ്പറ്റുന്ന 10-10,000 കോടി രൂപയുടെ ഇടപാടുകൾ ഒരു വർഷം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ഭരണതലത്തിൽ ഏറ്റവും മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള, ധനകാര്യമന്ത്രി അടക്കമുള്ള കേരളത്തിലെ ഭരണത്തിൻ്റെ ഏറ്റവും തലപ്പത്തിരുന്നുകൊണ്ട് ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം വരുന്നു. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ MK അജിത് കുമാർ ADGPക്കെതിരെ കേസെടുക്കാം എന്ന് DGP പറയുന്നു. ആ കേസാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് കേരള പോലീസിലെ ഏറ്റവും സത്യസന്ധനായ ഓഫീസറെന്ന്, അത് ഭരണകക്ഷിയൊന്നും പറയണ്ട, മാധ്യമപ്രവർത്തകർക്കും അതുപോലെ കേരളത്തിലെ പൊതുജനത്തിനും എല്ലാം കൃത്യമായി അറിയുന്നൊരു കാര്യമാണ്. കേരളത്തിലെ ആരോപണവിധേയരായ അല്ലെങ്കിൽ ഇത്തരം അവിശുദ്ധ ബന്ധങ്ങളും അവിശുദ്ധ താല്പര്യങ്ങളും അവിഹിതമായ ഇടപെടലുകളൊക്കെ നടത്തുന്ന പോലീസ് ഓഫീസർമാർക്കിടയിൽ സത്യസന്ധമായ, മാന്യമായ, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ളൊരു ഓഫീസർ എന്ന് പേര് കൽപ്പിച്ച, അല്ലെങ്കിൽ അങ്ങനെ പൊതുവെ പൊതുസമൂഹം അംഗീകരിക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ P വിജയൻ എന്ന് പറയുന്ന ആ IPS ഓഫീസർക്കെതിരെ കള്ളസാക്ഷി കൊടുത്തു, കള്ളമൊഴി കൊടുത്തു എന്നുള്ളതാണ് ആരോപണം. ചില്ലറ ആരോപണമല്ല. അതായത് ADGP ചുമതലയുള്ള കേരള പോലീസിൽ സത്യം പറഞ്ഞാലൊന്ന് DGPയേക്കാൾ കൂടുതൽ അധികാരം വഹിക്കുന്ന ഉന്നത സ്ഥാനീയനായ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഈ ADGP എന്ന് പറയുന്ന അജിത് കുമാർ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഈ പറഞ്ഞ PV അൻവർ കൊടുത്തൊരു പരാതിയുടെ അന്വേഷണ ഘട്ടത്തിൽ ഈ പറഞ്ഞ P വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഒത്താശ ചെയ്തു എന്ന് അദ്ദേഹത്തിന് അതിൽ കൈയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. അതായത് അന്നത്തെ SP സുജിത് ദാസ് അങ്ങനെ പറഞ്ഞതായിട്ടാണ് അജിത് കുമാർ പറയുന്നത്. സുജിത് ദാസ് ആവട്ടെ അങ്ങനെ ഞാൻ മൊഴി നൽകിയിട്ടില്ല എന്ന് പിന്നീട് പറയുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് ഇഷ്ടമല്ലാത്ത തൻ്റെ കീഴിലുള്ള ഒരു ഓഫീസർ ഒരു കാരണവശാലും രക്ഷപ്പെട്ടു വരരുത്, അദ്ദേഹം വലിയ സ്ഥാനങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല, അദ്ദേഹത്തിനെതിരെയുള്ള നടപടി പിൻവലിക്കപ്പെടരുത് എന്ന് മനഃപൂർവ്വം വിചാരിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സർവീസ് ഡാമേജ് വരുത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് സർവ്വശക്തനായ ഒരു DGP ഇത്തരത്തിലുള്ളൊരു കള്ളമൊഴി ഒരു സഹപ്രവർത്തകന് നേരെ, അതും തൻ്റെ താഴെയുള്ളൊരു ഉദ്യോഗസ്ഥന് നേരെ, ഒരു ഓഫീസർക്ക് നേരെ, സത്യസന്ധനായ ഒരു ഓഫീസർക്ക് എതിരെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം മോശപ്പെട്ട ഒരു അധമ മനസ്സിന് ഉടമയാണ് ഈ ADGP എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്കറിയാം അദ്ദേഹത്തിനെതിരെ എത്രയോ ആരോപണങ്ങൾ വന്നു. അതായത് അമിതമായ സ്വത്ത് സമ്പാദനം, അല്ലെങ്കിൽ ക്രമക്കേടുകൾ, അതുപോലെ തന്നെ ഒട്ടേറെ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു. പൂരം കലക്കൽ, ഇതിലിപ്പോൾ അദ്ദേഹത്തിനെതിരെ അമിത സ്വത്ത് സമ്പാദനത്തിൻ്റെ കേസിൽ ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞു, സ്മൃതി എന്ന് നേരത്തെ പറഞ്ഞു. തൃശ്ശൂർ പൂരം കേസിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് ഒരു റിപ്പോർട്ട് വന്നു. പക്ഷേ ആ റിപ്പോർട്ട് അംഗീകരിക്കാതെ വേറൊരു 3 അംഗ സമിതിയെ നിയോഗിച്ചു. അവരുടെ റിപ്പോർട്ട് എന്തായി എന്ന് 3 മാസമായിട്ട് നമുക്ക് അറിഞ്ഞു. ജോർജ് പൊടിപ്പാറ, കലക്കലിൽ പങ്കുണ്ട് എന്ന് DGP റിപ്പോർട്ട് നൽകിയാണ്. അജിത് കുമാറിന്റെ മൊഴിയടക്കം എടുത്ത ശേഷമാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പോഴെന്താണ് ഒരു ത്രിതല അന്വേഷണം? ആ ത്രിതല അന്വേഷണം പൂർത്തിയായി എന്നും പറയുന്നു. നമുക്കാർക്കും അറിയില്ല അതിന്റെ റിസൾട്ട് എന്തായെന്ന്. അറിയില്ല.
അതായത് ADGP അജിത് കുമാർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. നമുക്കറിയാം ഈ ആരോപണങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇനി ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ DGP ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ശുപാർശ ചെയ്താലും ഒരു അന്വേഷണം വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കേരളത്തിൽ അത്യാവശ്യം ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെയുള്ള അനുഭവങ്ങളെക്കുറിച്ച് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന, ഇതുവരെയുള്ള ഭരണം നിരീക്ഷിക്കുന്ന ആർക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാനുണ്ടായ കാരണം എന്താ? അതും ഇതുപോലൊരു കേസല്ലേ, എലത്തൂർ തീവണ്ടി തീവെപ്പ് കേസിലെ പ്രതിയെ മാധ്യമങ്ങൾക്ക് പ്രതിയെ സംബന്ധിച്ച കാര്യങ്ങൾ ചോർത്തിക്കൊടുത്തു എന്നുള്ള വളരെ ദുരുപദിഷ്ടമായ ഒരു ആരോപണത്തിൻ്റെ പേരിലാണ് ആ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അത് ചോർത്തിക്കൊടുത്തു എന്നുള്ള പേരിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹത്തിനെ തിരിച്ചെടുത്തു, ഇൻ്റലിജൻസ് മേധാവിയാക്കി. മാത്രമല്ല എത്ര നല്ലൊരു ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ ഇപ്പോൾ കേരളത്തിൽ വളരെയേറെ പ്രകീർത്തിക്കപ്പെടുന്ന ഈ ലഹരിയുടെയൊക്കെ അമിത വ്യാപനത്തിൽ കേരളം നടുങ്ങി നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഈ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് എന്ന് പറയുന്ന കേരളം വളരെയേറെ കൗതുകത്തോടെ അല്ലെങ്കിൽ വളരെയേറെ താല്പര്യത്തോടെ വീക്ഷിക്കുന്ന ആ പുതിയ പരിപാടി, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് സംവിധാനം, അതുപോലെ തന്നെ ശബരിമലയെ ശുദ്ധീകരിക്കുന്ന പുണ്യം പൂങ്കാവനം പദ്ധതി തുടങ്ങി ഒട്ടേറെ നോവലായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്ന നല്ല ഓഫീസർ, ഒരഴിമതിയും നടത്താത്ത സത്യസന്ധനായ, ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ട് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് കഠിന പ്രയത്നം കൊണ്ട് ഏറ്റവും ഉന്നത തലത്തിലേക്ക് ഉയർന്നു ഒരുപാട് മനുഷ്യർക്കൊരു മോട്ടിവേഷൻ ആകുന്ന, സ്വയം ഒരു റോൾ മോഡലായി മാറിയിട്ടുള്ള ഒരു ഓഫീസറാണ് ഈ പറയുന്ന വ്യക്തി. ആ വ്യക്തിക്കെതിരെയാണ് ഈ പറഞ്ഞ കള്ളസാക്ഷി കൊടുത്തിട്ട് ഈ അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.